ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈസിയും സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു പായസമാണ്. അതിനായിട്ട് സാഗോ റൈസിനെ ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് നെയ്യിൽ. എന്നിട്ട് അതിനെ കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സേമിയ എടുത്തിട്ട് അതിന് നല്ലോണം വറുത്തിട്ട് ആ സാഗോ റൈസിന് കൂടെ തന്നെ രണ്ടിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് നല്ലോണം വെന്ത് വരണം. നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമുക്ക് പാല് വെക്കാം. പാല് വെച്ച് പാല് തിളക്കുമ്പോഴത്തേക്ക് ഞാനൊരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം പാലിനെ തിളപ്പിക്കുന്നുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സാഗോ റൈസും സേമിയയും കൂടി പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലിനെ നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പം നമ്മളുടെ സിമ്പിളും ഈസി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുന്തിരിയെല്ലാം വറുത്തിട്ട് നെയ്യിലിട്ടിട്ട് വാട്ടിയിട്ട് ഇടാം. പക്ഷെ ഞാൻ ഇടുന്നില്ല. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പായസത്തിന് മധുരം ബാലൻസ് ആവാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഇല്ലാതെ തന്നെ കരണ്ട് അടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള കെറ്റലിലും ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഗ്യാസ് തന്നെ ആവശ്യമുണ്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഗ്യാസ് എല്ലാം ഇല്ലാത്തതല്ലോ, അതിനെക്കൊണ്ട് കരണ്ട് അടുപ്പിലും നമുക്ക് ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.